പണത്തിന് വേണ്ടിയല്ല, വേറെ അധികാരത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ കുർബാന കർത്താവ് ആഗ്രഹിച്ചതുപോലെ അർപ്പിക്കാനുള്ള നിങ്ങളുടെ ആ തീവ്രമായ ആഗ്രഹം കൊണ്ട് മാത്രം, ഇത് വേറെ യാതൊരു വിധത്തിലുള്ള ഭാഗ്യമായിട്ട് താല്പര്യങ്ങളൊന്നുമില്ല. ഇനി കർത്താവ് അർപ്പിച്ച കുർബാന കർത്താവ് സ്ഥാപിച്ച സഭയാവുന്ന അമ്മ പറയുന്നത് പോലെ അർപ്പിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ക്ലേശം സഹിച്ചും ബുദ്ധിമുട്ട് സഹിച്ചും ദിവസങ്ങളോളമായിട്ട് നിങ്ങളിവിടെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമാൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തലമുറകളെയും നിങ്ങളീ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സഹിക്കുന്ന ഈ വീട്ടിലേക്ക് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദിമ സഭയുടെ ചരിത്രത്തിലാക്കണം നമ്മൾ നിൽക്കുന്നത്. ആദിമ സഭയിൽ നമുക്കറിയല്ല, കർത്താവിന്റെ സഭ തുടങ്ങുമ്പോഴേക്കും റോമാ സാമ്രാജ്യത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കണേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ തീർച്ചയായും നമുക്ക് പോകും. തീർച്ചയായിട്ടും വിജയം നമ്മുടെ തന്നെയാണ്. കർത്താവിൻ്റെ നാളെയാവുന്നു ഈ പാലനെ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. നല്ല കവാടം അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പിന്നീട് ശക്തി എവിടെ നിന്ന് ആരിഞ്ഞു വന്നാലും നാരകീയമായ ശക്തിയാണ് അത് വിജയിച്ചില്ല എന്ന് കർത്താവിന് ഉറപ്പ് തന്നിട്ടുണ്ട്. മറ്റേ സഹകരണങ്ങളും വീടുകളുണ്ടാകും. അതുകൊണ്ട് ആ പത്രോസും യാക്കോബും യോഹന്നാനും ശിവന്മാരും എല്ലാവരും അവരുടെ പിന്നാലെ ഉണർത്താൻ വേണ്ടിയുള്ള സമരമാണ്. അവർ മനസ്സധികം പറ്റിയിട്ടുണ്ട്. അത് ഉണർത്തണം. എന്താണ് നമ്മുടെ ആവശ്യം? ഈ അധികാരികളെയും മറ്റന്മാരെല്ലാവരും കൂടി തീരുമാനിച്ച് വിധത്തിൽ കുർബാന അർപ്പിച്ച് വേണം എന്നാണ് നമ്മുടെ ആവശ്യം. അവർ തീരുമാനിച്ച കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. രണ്ടാമത് എന്താണ്? എല്ലാ നിയമങ്ങളും ലംഘിച്ച് ശിക്ഷാവിധി ഏറ്റുവാങ്ങിയ സഭയുടെ ഏറ്റവും വലിയ പരമോന്നത കോടതിയായ ട്രിബ്യൂണൽ പുറത്താക്കണം എന്ന് പറഞ്ഞ അച്ഛനെ ദയവായിട്ട് അവിടെ പറഞ്ഞു വിടണം. ഇവർ തീരുമാനിച്ച കാര്യം തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ യാതൊരു താല്പര്യങ്ങളോ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ തീരുമാനിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങളെ കോടതി വിധിച്ച കാര്യം നടപ്പിലാക്കുക, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, യത്നം, സഹനം, അതുവഴി അവരുടെ മനസ്സാക്ഷി ഉന്നരട്ടെ എന്ന് മാത്രമേ എനിക്ക് പഠിക്കാനുള്ളൂ. നിങ്ങളുടെ എന്നിട്ട് പോലും പോലീസ് അധികാരികൾ ഞാനിയതച്ഛന് സംരക്ഷണം കൊടുക്കുന്നതിന് പകരം മണവാളനച്ഛനാണ് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിമതന്മാർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കണ്ട് ഞങ്ങളുടെ വിശ്വാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. ഇവിടെ ബസിലിക്ക പള്ളി കുത്തി തുറന്ന് അത് വിമതർക്ക് വേണ്ടിയിട്ട് പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കണ്ട് വളരെയധികം വിഷമം നമുക്കുണ്ടായി. നമ്മുടെ പള്ളിയാണ് ഈ വിമതർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കൈപ്പിടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് അധികാരികളടക്കം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ബസിലിക്ക ഇടവക അംഗങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ നിലകൊള്ളുകയാണ്. ഈ സമരം എന്ന് പറയുന്നത് കാരണം ഈ സമരം കുത്തി തുറന്നതിൻ്റെ പേരിൽ തുടങ്ങിയതാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ അത് സമവായത്തിനെതിരെയായും മണവാളനച്ഛനെ ഇവിടെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവൻ ഇവിടെ ശുദ്ധികലശം, അതായത് ഇവിടുത്തെ സാത്താനിക ശക്തികൾ ഇവിടെ നിന്ന് പോയി ഇവിടെ ശുദ്ധികലശം നടത്തുന്നത് വരെ ഞങ്ങളിവിടെ സമരത്തിനുണ്ടാകും.